നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കണ പലഹാരം എന്താണെന്നറിയോ? ഉണ്ണിയപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഞങ്ങളുടെ എല്ലാവർക്കും ഇഷ്ടം, കുട്ടികൾക്കും ഇഷ്ടമാണ്, വലിയവർക്കും ഇഷ്ടമാണ്, വയസ്സായവർക്കും ഇഷ്ടം, ഒക്കെ ഇഷ്ടമുള്ള സാധനമാണ് ഉണ്ണിയപ്പം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം മാത്രമല്ല, അത് 2-3 ദിവസമൊക്കെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വലിയ വിശേഷമൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചാൽ ഇത്തിരി അധികം ഉണ്ടാക്കി വെച്ചാൽ മതി, കുറച്ച് ദിവസം ഇരിക്കും, നല്ലതാണ്. ഒരു 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും ചിലപ്പോൾ കേട്ടോ, അല്ലേ ജയശ്രീയ? 3-4 ദിവസമൊക്കെ ഇരിക്കും എന്തായാലും കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. വരും, നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. ശർക്കര ഉരുക്കാനുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കാം. ഒരു 2-3 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. പൊടി നനയ്ക്കാൻ വെള്ളം വേണമല്ലോ, അപ്പോൾ ആവശ്യത്തിന് വെള്ളം വേണം. ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 3 നാഴി വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. ശർക്കര 1 കിലോ ശർക്കര വാങ്ങിയിട്ടുണ്ട്. അതിൽ മുഴുവൻ ഇടണ്ട, ഒരു 750 ഗ്രാം, അതായത് 3/4 കിലോ ശർക്കര ഇടാം. പാനിയാക്കാം. ശർക്കര ഉരുകട്ടെ. അതിലേക്ക് ഒരു 10-14 ഏലക്കായ എടുത്തിട്ട് പൊടിച്ച് വയ്ക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാണ് പൊടി. 1 റവ, 1 മൈദയാണ് കേട്ടോ. 2 1/2 കിലോ വീതം. പിന്നെ 2 പഴമുണ്ട്, ചെറുപഴമാണ്. അല്ല, ശർക്കര അതാ ഉരുകിക്കൊണ്ടിരിക്കുന്നു. ഇത്തിരി കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാം. കുറച്ച് നാളികേരം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നെയ്യിൽ വറുത്ത് ചേർക്കേണ്ടതാണ്. മതി, ഓഫാക്കാതെ ചൂടാറണം. നാളികേരം ചെറുതായിട്ട് അരിയണം. ഈ വെള്ളം ചൂടാറാനായിട്ട് വയ്ക്കണം. വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി. ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചാൽ പെട്ടെന്ന് ചൂടാറി കിട്ടും. കുഞ്ഞാക്കിയിട്ട് നാളികേരം അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോഴേക്കും റവയും മൈദയും ഓരോന്നും 1/2 കിലോ വീതമാണ് വാങ്ങിയിരിക്കണത്. അരിപ്പൊടി ചേർക്കണേ ഇല്ല കേട്ടോ. 1/2 കിലോ വാങ്ങിയിട്ടുണ്ട് എങ്കിലും മുഴുവൻ ഇടുന്നില്ല. ഒരു 400 ഗ്രാമൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ വേണമെങ്കിൽ വെള്ളം കൂടുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചേർക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വയ്ക്കണം. ഇപ്പോൾ രണ്ടിന്നും ഒരു 400-450 ഗ്രാം വീതം എടുത്തിട്ടുണ്ട്. പഴം ഏറാടൻ കായയാണ് കേട്ടോ. ഇത് പഴുത്ത് കിട്ടിയതാണ്. നമ്മുടെ ഇവിടുത്തെ പഴം തന്നെയാണ്. നല്ല വലുപ്പമൊക്കെ ഉണ്ട്, നല്ല സ്വാദുള്ള പഴം കേട്ടോ. ഈ പാളയംകുടം പഴം ആയാലും മതി. എന്തായാലും ചെറുപഴങ്ങൾ അടിച്ച് ചേർക്കണം, നല്ലതാണ്. നാരൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് ഇതിലൊഴിച്ച് ചേർക്കാം. ഇതാ ഇപ്പോൾ പഴം അടിച്ചെടുത്തു കേട്ടോ. നന്നായിട്ട് ആയിട്ടുണ്ട്, കണ്ടോ? ഇതെവിടെ ഇരിക്കട്ടെ. ഇനി ഏലക്കായ തൊണ്ട് കളഞ്ഞ് വെച്ചത് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ കല്ലിൽ പൊടിക്കുകയാണ് നല്ലത്. അതിലിത്തിരി പഞ്ചസാര കൂട്ടി പൊടിച്ചാൽ നല്ലതാണ്. പൊടിയാൻ എളുപ്പമാണ് കേട്ടോ. ഇതാ ഏലക്കായ ബെസ്റ്റായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അത് ഈ പൊടിയിലേക്കിടാം. നാളികേരം ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കണത് നെയ്യിൽ വറുക്കണം. നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ചുമക്കെ വറുക്കണം. പഴം അടിച്ച് വെച്ചിരിക്കണത് ഈ മാവിലേക്ക് ഒഴിച്ചു. ഇനി ശർക്കര നീര് ചൂടാറിയിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കണം.
ശർക്കര നീര് മിക്സിയിലേക്ക് കുറച്ചൊഴിച്ചിട്ട് പഴത്തിൻ്റെ അംശമൊക്കെ അതിൽ കൂടെ പോരട്ടെ. നന്നായിട്ടൊന്ന് തുടച്ചതിലാക്കിയിട്ട് അതിലൊഴിക്കുകയാണ് കേട്ടോ. പഴത്തിൻ്റെ അംശം മുഴുവൻ പോരാൻ വേണ്ടിയാണ് അതിലൊഴിച്ചത് കേട്ടോ. ഞാനിവിടെ നാളികേരം ചുവപ്പ് നിറമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജയശ്രീ അവിടെ മാവ്, പഴം, ഏലക്കായ പൊടിച്ചത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാണ് ശർക്കര നീരൊഴിച്ചിട്ട്. ശർക്കര കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ നാളികേരം ചുവപ്പായിട്ടുണ്ട്, അത് നെയ്യിൽ നിന്ന് കോരി വയ്ക്കാം. ഇനി അപ്പം ഉണ്ടാക്കുമ്പോൾ അത് വീണ്ടും വറവായിക്കോളും. ഇത്ര മതി. നല്ല ചൂടുണ്ട്, ചൂടാറിയിട്ട് വേണം അതിൽ കൂടെ മിക്സ് ചെയ്യാനായിട്ടിത്. അപ്പോൾ ശർക്കര നീരൊഴിച്ച് വീണ്ടും 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 കുഴക്കുകയാണ്. പൊടിയായതുകൊണ്ട് നനയുമ്പോൾ തോറും അത് കുതിർന്ന് വരും. പാകത്തിന് വെള്ളം എന്ന് വെച്ചാൽ ശർക്കര നീരൊഴിച്ചിട്ട് കുഴച്ചെടുക്കണം. കുഴയാണ് ഏറ്റവും പ്രധാനം. കാരണം എല്ലായിടത്തും എത്തണ്ടേ പഴത്തിൻ്റെ അംശം, അതുപോലെ ഏലക്കായയുടെ ഇതൊക്കെ എല്ലായിടത്തും എത്തണമെങ്കിൽ നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴക്കണം. ഇതൊക്കെ കണ്ടോ, വെള്ളം വീണ്ടും കുറഞ്ഞു. ഇനി വീണ്ടും കുറച്ചും കൂടി വെള്ളം ശർക്കര നീര് ഒഴിക്കണം കേട്ടോ. ആവശ്യാനുസരണം ഒഴിക്കും. കുറച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. കാരണം തികഞ്ഞില്ലെങ്കിൽ ഒഴിക്കാനായിട്ട് കുറച്ച് ശർക്കര കൂടി പാനിയാക്കുകയാണ്. നാളികേരക്കൊത്ത് വറുത്തത് ഈ പ്ലേറ്റിൽ ഇങ്ങനെ വച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചേർക്കാട്ടോ. ശർക്കര ഇതും പാനിയായി. ഒരുവിധം ശരിയായിട്ടുണ്ടല്ലേ. ഇനി കുറച്ച് എള്ള് അതിലേക്ക് ചേർക്കാട്ടോ. നമ്മൾ വാങ്ങി കഴുകി വെച്ചിരിക്കുന്ന എള്ളാണ്. കഴിഞ്ഞ ദിവസം എള്ളുണ്ടി ഉണ്ടാക്കാനായിട്ട് വാങ്ങിയതാട്ടോ. അത് ഒരു വാളം എള്ള്. നല്ല സ്വാദുണ്ടാവും കേട്ടോ എള്ളൊക്കെ ഇട്ടാൽ. എള്ളിട്ടാലും നാളികേരക്കൊത്ത് വറുത്തതിട്ടാലും ഒക്കെ നല്ല രസം തന്നെയാണ്. അപ്പം അതും അതിൽ കൂടെ മിക്സ് ചെയ്തു. ഇനി കുറച്ച് ഉപ്പ്, പൊടി ഉപ്പ് ഇടാട്ടോ. ഒരു നുള്ള് ഉപ്പ് ഇടണം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. ഉപ്പിട്ടു, അതും നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇനി നാളികേരം നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്നത് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇടാനി. നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് അടിപൊളിയാണ്. നാളികേരം നെയ്യിൽ വറുത്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ എള്ള്, നാളികേരം, ഏലക്കായ, പഴം, മൈദ, റവ, കുറച്ചും കൂടി മധുരം ചേർക്കാം. ഇപ്പം നോക്കട്ടെ, മധുരം ഞാൻ നോക്കട്ടെ. മധുരണ്ട് മതി. ജയശ്രീ നോക്കിക്കോളോ. യെസ്, അവസാനിപ്പിച്ചു കേട്ടോ. അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചു. ഇനി 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അടുപ്പത്താണ് വെക്കണത്. അപ്പക്കാരയുടെ നടുവിലത്തെ കുഴിയിലുള്ളത് നെയ്യാണ് കേട്ടോ. ഇത് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് എല്ലാം റെഡിയാക്കി തയ്യാറാക്കി വെച്ചിരിക്കുക. കണ്ടോ, ഒന്നുകൂടി കട്ടിയായി അല്ലേ. കുറച്ച് നാളികേരം വറുത്തപ്പോൾ ബാക്കിയുള്ള നെയ്യാണ് കേട്ടോ. അത് നാളികേരം വറുത്തെടുത്തില്ലേ, ആ നെയ്യ്, അതിലത്തെ നെയ്യാണ്. അതൊക്കെ അതിലൊഴിച്ചു. അതിൽ കിടക്കുന്ന കഷ്ണങ്ങൾ നാളികേരത്തിൻ്റെ കഷ്ണം തന്നെയാണ്. അതൊക്കെ ഇതിൽ കൂടെ ചേർത്തൊന്ന് ഇളക്കാം. ഇപ്പോൾ ഇതിൽ നെയ്യിൻ്റെയും കൂടി അംശമായി കേട്ടോ. കുറച്ച് ശർക്കര പാനി കൂടിയിട്ട് ഒഴിച്ചു. ഒന്നുകൂടി ലൂസാക്കി. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. നടുവിലുള്ള കുഴിയിൽ നെയ്യാണ്, മറ്റുള്ള കുഴികളിലൊക്കെ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഒഴിക്കാം.
അങ്ങനെ നടുവിൽ ആദ്യം ഒഴിച്ചു. അപ്പം നെയ്യ് പുറത്തേക്ക് കവിഞ്ഞ് വരും, എല്ലാത്തിൻ്റെ അടുത്തേക്കും വരും. ഇനി എല്ലാ കുഴികളിലും കുറച്ചായിട്ട് ഒഴിക്കുക. നിറച്ചൊഴിക്കണ്ട, കാരണം അതൊന്ന് പൊന്തും. ഇപ്പം എല്ലാ കുഴിയിലായി. ഇപ്പം ആദ്യം ഒഴിച്ച ഉണ്ണിയപ്പം മറിച്ചിടാറായിട്ടുണ്ടാവും. കണ്ടോ? അത് മറിച്ചിട്ടു. ഇനി ഓരോന്നോരോന്നിട്ട് മറിക്കാം. പെട്ടെന്ന് മറിക്കാം കേട്ടോ. വൻതോതിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അപ്പുറത്തെ ഒരു അടുപ്പത്ത് ഒരു വലിയ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തിളപ്പച്ചിടും. ഇങ്ങനെ ഷേപ്പ് വരുത്തിയിട്ട് ഉടനെ തന്നെ അതിനെ കോരിയിട്ട് ആ ചീനച്ചട്ടിയിലേക്ക് ഇടും. ഒരാൾ അതിൻ്റെ വറവ് നോക്കും, അതായത് ഇങ്ങനെ ആവുമ്പോൾ കോരി വയ്ക്കും. ഒരാളിതിൽ ഷേപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യാത്രേ. നമുക്ക് പിന്നെ അത്ര വലിയ വൻതോതിൽ ഉണ്ടാക്കണില്ലല്ലോ, നമ്മൾ വീട്ടാവശ്യത്തിന് മാത്രം. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് എത്ര പെട്ടെന്ന് പണി കഴിഞ്ഞെന്നറിയോ? ഇനി നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയല്ലേ, വേഗം ആവും കേട്ടോ. ഒറ്റ ട്രിപ്പിൽ 7 എണ്ണം ഉണ്ടാക്കാം. അങ്ങനത്തെയാണ് നമ്മുടെ. ഇതിനേക്കാളും കൂടുതലുള്ളതും കുഴികളുള്ളതും ഉണ്ട് കേട്ടോ. ഇത്രയുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്ത ട്രിപ്പ് ഒഴിക്കുകയാണ്. രണ്ടാമത്തെ ട്രിപ്പ് ഒഴിച്ചു. നിറയെ അപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്നാൽ തരാം. കഴിയുമ്പോഴേക്കും വരണം കേട്ടോ. അപ്പം ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഉണ്ടാക്കി നോക്കൂ. നിങ്ങളൊക്കെ ഉണ്ടാക്കണം തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഇതിനേക്കാളും വ്യത്യാസമായിട്ട് ഉണ്ടാക്കണവരും ഉണ്ടാവും കേട്ടോ. പണ്ടൊക്കെ നമ്മൾ അരി മാത്രം എടുത്തുണ്ടാക്കുക, അരിപ്പൊടി മാത്രം, അതും പച്ച അരിപ്പൊടി. അപ്പോൾ എന്താ വെച്ചാൽ നല്ല ഹാർഡായിരിക്കും. ഇപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ സൂത്രങ്ങളൊക്കെ ചെയ്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും. ഓക്കെ.